തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർക്കുള്ള ഗവർണറുടെ ചായ സൽക്കാരത്തിൽ ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ പങ്കെടുത്തില്ല. മേയറാക്കാത്തതിലെ അതൃപ്തി ശ്രീലേഖ പരസ്യമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിട്ടുനിൽക്കൽ. ദിൽന ചേരുകയാണ് വിശദാംശങ്ങളുമായി. ദിൽന, വീണ്ടും അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി മുന്നിൽ വന്നിരിക്കുകയാണ് ശ്രീലേഖ. ഇപ്പോൾ ഇതാ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ദിൽന, കേൾക്കുന്നുണ്ടെന്നാണ് കരുതുന്നത്. ഈ മേയറാക്കാത്തതിലെ അതൃപ്തി പരസ്യമായി പലതവണ ഇപ്പോൾ ഇതാ ശ്രീലേഖ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ ഗവർണറുടെ ചായ സൽക്കാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഇതേ അതൃപ്തിയല്ലേ അവർ പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായും സിന്ധൂരി, ഇന്ന് വൈകിട്ട് 3:30 ഗവർണർ വിളിച്ച ചായ സൽക്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള ചായ സൽക്കാരം ഗവർണർ വിളിച്ചിരുന്നത്. അതിൽ 84 പേര് പങ്കെടുത്തു. മറ്റ് പങ്കെടുക്കാൻ പറ്റാത്തവരെല്ലാം തന്നെ പല കാരണങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന മേയറുടെ സംസാരത്തിൽ നിന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ പങ്കെടുക്കാതിരുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിനെ പറ്റിയോ ആരുമൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. തീർച്ചയായും ഈ പറയുന്നത് പോലെ മേയർ ആക്കാത്തതിലെ അതൃപ്തി പരസ്യമായും രഹസ്യമായും ഒക്കെ അവർ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്കി പത്രം കൂടിയാകാം ഇന്ന് നടന്ന ചായ സൽക്കാരത്തിൽ ആ ശ്രീലേഖ പങ്കെടുക്കാതിരുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ശരി ദിൽന, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർക്കായി ഗവർണർ നടപ്പിലാക്കിയ ചായ സൽക്കാരത്തിലാണ് ശ്രീലേഖ പങ്കെടുക്കാതിരുന്നത്. മേയർ ആക്കാത്തതിലെ അതൃപ്തി ശ്രീലേഖ ഇവിടെയും പ്രകടിപ്പിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. ദിൽനയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.